ഹായ് ഹലോ. നമ്മൾ ഇന്നൊരു അഡീനിയം പ്ലാന്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിതിനെ റീപോർട്ട് ചെയ്യാൻ പോവാണ്. ഇവനെ നമ്മുടെ കൈ കിട്ടുമ്പം വളരെ സ്മോൾ ഒരു പ്ലാന്റ് ആയിരുന്നു. നമ്മൾ ആ ടൈമിൽ ഒരു ചട്ടിയിൽ നട്ട് വെച്ചതാണ്. ഇപ്പം അത്യാവശ്യം സൈസായിട്ടുണ്ട്. അപ്പം ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മളതിനെ റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കോഡക്സ് ഒക്കെ അത്യാവശ്യം സൈസായിട്ടുണ്ട്. നല്ല റൂട്ട്സൊക്കെ ഇറങ്ങി അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണിപ്പം. അഡീനിയം എപ്പോഴും ഡ്രൈ ലാൻഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പം നമുക്ക് ഒത്തിരി വെള്ളമൊന്നും അഡീനിയത്തിന് വേണ്ട. അവൻ ഡ്രൈ സ്ഥലത്തും നിന്നോളും. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കെയർ ചെയ്യാനും എളുപ്പമുള്ളൊരു പ്ലാന്റാണ് അഡീനിയം. ഇതിപ്പോൾ കോഡക്സ് ഒക്കെ നല്ല സൈസായിട്ടുണ്ട്. നമ്മളിതിന് യൂസ് ചെയ്യുന്നത് മണലാണ് മെയിനായിട്ട് അഡീനിയത്തിന് യൂസ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഡ്രെയിനേജ് വേണം അഡീനിയത്തിന്, വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല. അപ്പം പിന്നെ യൂസ് ചെയ്തത് മണ്ണെടുത്തിട്ടുണ്ട്. മണ്ണ് ചെറിയൊരു നനവുണ്ട് മണ്ണിന്. പിന്നെ ചാണകപ്പൊടിയുണ്ട്. ചാണകം പൊടിച്ച് വെച്ചതാണ് നമ്മൾ യൂസ് ചെയ്യുക. പെർലൈറ്റാണ്. പെർലൈറ്റ് ആവശ്യത്തിനനുസരിച്ച്, നമ്മളിപ്പോൾ ഒരു പ്ലാന്റാണ് നടുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മതി നമുക്ക്. പിന്നെ ചകിരിച്ചോറ് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പോട്ടി മിക്സാണ് നമ്മൾ അഡീനിയത്തിന് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കോഡക്സ് ഒക്കെ നല്ല സൈസായിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇത് റൂട്ട്സൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി റൂട്ട്സാണ്. ഒത്തിരിയൊന്നും അങ്ങനെ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ റൂട്ട്സൊക്കെ നമ്മൾ എടുത്ത സമയത്ത് ബ്രേക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സാഫ് യൂസ് ചെയ്യുന്നുണ്ട്. സാഫ് ഒരു പരിധിവരെ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ സഹായിക്കും. എന്തെങ്കിലും ചീച്ചിലോ അതുപോലെ തന്നെ റൂട്ടൊക്കെ പൊട്ടിപ്പോവോ നമ്മൾ എടുക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സാഫ് നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം മാക്സിമം സാഫിലൊക്കെ മുക്കിയിട്ട് വേണം നമ്മൾ അഡീനിയം പോലുള്ള പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ സാഫ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മണ്ണിൻ്റെ പോട്ടാണ് ഇത് നടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അഡീനിയം എപ്പോഴും മണ്ണിൻ്റെ പോട്ടിൽ നടുന്നതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഭംഗി. നമ്മുടെ വീടുകളിൽ പ്രസൻറ്റ് ചെയ്യാനും അതായിരിക്കും കുറച്ചും കൂടി ഭംഗി കിട്ടുക. നമ്മളിപ്പോൾ എടുത്തു വെച്ച പോട്ടി മിക്സ് നമ്മൾ ഒരു ഹാഫ് പോർഷൻ നിറയ്ക്കുക. അഡീനിയം എപ്പോഴും ഇതിൻ്റെ കോഡക്സ്, ഇതിൻ്റെ ടോപ്പ് പോർഷനാണ് നമ്മൾ കോഡക്സ് ആയിട്ട് പറയുക. ഈ കോഡക്സ് മണ്ണിനടിയിൽ പോകാൻ പാടില്ല. എപ്പോഴും വേര് മണ്ണിൽ നിന്നിട്ട് കോഡക്സ് മേളിൽ നിൽക്കണം. പോട്ടിൻ്റെ മേളിലായിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഈ രീതിയിൽ വേണം നമ്മൾ അഡീനിയത്തെ അറേഞ്ച് ചെയ്യാൻ. അഡീനിയത്തിന് ഒത്തിരി ഈ പറഞ്ഞ പോലെ വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒത്തിരി ഡ്രൈയിലാണേലും അത് നിന്നോളും. ഡ്രൈ ലാൻഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് അഡീനിയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആവശ്യത്തിന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് വാട്ടർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. അഡീനിയം കോഡക്സ് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അഡീനിയത്തിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.